എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ന് തമിഴ്നാട്, ബംഗാൾ ഭാഗങ്ങളിൽ തമിഴ്നാട്ടിൽ ഒറ്റ റൗണ്ടായിട്ട് 23-ാം തീയതി ഇലക്ഷൻ തീരും. ബംഗാളിൽ 23-ഉം 29-ഉമായിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. തമിഴ്നാട്ടിലെ 234 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ എൻ്റെ കണക്കാണെങ്കിൽ 136 മുതൽ 167 വരെ സീറ്റുകൾ NDA നേടും. അത് ഉറപ്പുള്ള സംഭവമാണ്. രണ്ടാമത്തെ, ബംഗാളിലെ തിരഞ്ഞെടുപ്പിൻ്റെ സംഭവം ഏകദേശം അവിടെ 294 നിയോജക മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിലും കണക്കായിട്ട് പറയുകയാണെങ്കിൽ ഒരു 140-നും 160-നും ഇടയ്ക്ക് സീറ്റുകൾ NDA നേടുന്നതാണ്. തൃണമൂലിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 40-ന് അടുത്തേക്കാണ് ആൾക്കാർ അവിടെ പറയുന്നത്. എന്നാൽ നമ്മൾ അത്രയും കുറച്ച് കാണുന്നില്ല. 165 സീറ്റോടെ ഭരണം പിടിക്കാനുള്ള NDAയുടെ ഇതാവും. പിന്നെ ആസാമിലെ 126 നിയോജക മണ്ഡലങ്ങളിലേക്കാണ് കഴിഞ്ഞ 9-ാം തീയതി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. അതിൽ കോൺഗ്രസ്സിനൊന്നും കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല. വേറെ മറ്റേ മഹന്തി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒരെണ്ണം ഉണ്ടാകുന്നു. അസാം വിദ്യാർത്ഥി പരിഷത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നു. അവരും NDA തന്നെയാണ്. അവർക്ക് ഏകദേശം 126-ൽ ന്യായമായ സീറ്റ് പിടിക്കുകയാണെങ്കിൽ മൊത്തം ഇല്ലെങ്കിൽ കൂടി 100-ൻ്റെ അടുത്ത് തന്നെ NDA നേടുന്നതാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിലെയും സംഭവം ഏകദേശം ആ ലെവലിലാണ് ഉണ്ടാവുക. 18 സീറ്റുകൾ ഉറപ്പാണ് BJP നേടുമെന്ന് പറഞ്ഞാൽ. അത് വേറെ ഇനിയും ഭേദഗതി വരുമോ എന്ന് പറഞ്ഞ് ഇതേ അറിയുള്ളൂ. UDFന് വ്യക്തമായ ഒരു ഭൂരിപക്ഷമൊന്നും ഉണ്ടാവില്ല. 10-66 സീറ്റോടെ LDFും ഉണ്ടാവും. അപ്പോൾ തന്നെ മനസ്സിലാക്കാം മറ്റവർക്ക് ലീഡ് കിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ സംഭവം. പിന്നെ എന്താണെന്ന് പറഞ്ഞിട്ട് അടുത്ത സംഭവം ഇലക്ഷൻ്റെ 4-ാം തീയതി ഡിക്ലെയർ വരുമ്പോൾ അറിയാൻ സാധിക്കുക. പോണ്ടിച്ചേരിയിൽ ഇപ്പോൾ NDA തന്നെയാണ് ഭരിക്കുന്നത്. അടുത്ത വട്ടവും NDA ആവാനേ സാധ്യത, വേറൊന്നുമില്ല. നമസ്കാരം.